ഹലോ ഗായ്സ്, ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ പുറത്തേക്കൊന്ന് പോവുകയാണ്. നൈറ്റ് ബാറാണ് ഗൈസ്. നമ്മളിപ്പോൾ ഒരു 7 മണിയായപ്പോഴാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുക. ആ കാണുന്നതാണ് ഞങ്ങളുടെ ബിൽഡിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള ബാറാണ്. ഇപ്പോൾ വലിയ ക്രൗഡൊന്നും ഇല്ല. പിന്നീട് ഞങ്ങൾ പുറത്തേക്കൊക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ കറങ്ങാനായിട്ട് തീരുമാനിച്ചു. അപ്പം കുറേ ലോക്കൽ സ്റ്റോഴ്സും അടുത്ത ആൾക്കാരും ഒക്കെ കാണാമല്ലോ. ഇന്നും കൂടെ ഉള്ളു, കുറച്ച് ലേറ്റ് ആയിട്ട് പോയാൽ ഇത് ആക്ച്വലി ഒരു ബസാറാണ്. അപ്പോൾ ബസാറിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ കുറേ തിങ്സ് ഉണ്ട്. പ്ലസ് 18+ സാധനങ്ങളും അവിടെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ സെയിം സംഭവം ഇവിടെ എല്ലാം ഉണ്ട്. ഒട്ടുമിക്ക സാധനങ്ങളും ഇവിടുന്ന് കിട്ടും. പക്ഷേ ബാത്ത് ഡിഫറൻസ് ഉണ്ട്, റേറ്റ് കൂടിയും കുറഞ്ഞും ഒക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ ഞങ്ങളിതെല്ലാം കണ്ട് പോവാണ്. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ മേടിക്കാൻ നിന്നു. അപ്പോൾ ഞങ്ങളിത് നോക്കിയപ്പോൾ ബോഡി പെയിൻ റിലാക്സിൻ്റെ സംഭവം കണ്ടു. അപ്പോൾ ഇവിടെ ഒരു സൈഡ് നോക്കുവാണെങ്കിൽ തന്നെ കുറേ ആർട്ട് പരിപാടി, ഗോസ്റ്റ്, ഹൊറർ തിങ്സ് കുറേ കണ്ടു. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബേസിക്കലി. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് നേരം നോക്കിയൊക്കെ നിന്നു, പിക്ചേഴ്സൊക്കെ എടുത്തു. അത് വർക്കൊക്കെ നല്ല ഒരു രക്ഷയില്ല കേട്ടോ. ഒരു ഭയങ്കര ഒരു ക്ലാരിറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്ന പുള്ളി. അങ്ങനെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ അവിടുത്തെ ഒരു അവിടുത്തെ ഒരു തട്ടുകട, അത് ലൈവായിട്ട് അവർ നമുക്കൊരു അവിടുത്തെ ഒരു സ്നാക്സ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് കണ്ടത്, ഇതൊക്കെ ഒരു കൗതുകമാണല്ലോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും വേറൊരു സ്ട്രീറ്റിലേക്ക് പോയേക്കാണതാണ് ട്രീ ടൗൺ പട്ടായ. ഇവിടെ സെയിം കണ്ടതുപോലെ തന്നെയാണ് ലോക്കൽ ഫുഡും ഇതേപോലെ ഓപ്പൺ ബാർസും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ ലോക്കൽ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ പച്ച മീനിൻ്റെ മണം ഒക്കെ ഇല്ലേ, ആ ഒരു നമുക്ക് പൊതുവെ ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ്. നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ കഴിക്കുന്നത്. ഇവരത് ജസ്റ്റ് ചില ആൾക്കാർ പച്ചക്കൊക്കെ കഴിക്കും, ചിലപ്പോൾ മസാല ഒന്നും പിടിക്കൂല, അങ്ങനെ ചെറിയൊരു സംഭവമാണ്. ബട്ട് ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഓക്കെയാണ്. അതൊരു ഫിലിപ്പിനി ടേസ്റ്റും വരുന്നുണ്ട്. അങ്ങനെ വിജയത്തിന് കൗതുകം ലേശം കൂടുതലാണെന്ന് പറഞ്ഞു പോയത്. ഞാൻ പിന്നെ അത് തട്ടി മാറ്റിയിട്ടുണ്ട്. എനിക്ക് തീരെ താല്പര്യമില്ല. പിന്നെ ആ സ്മെല്ലൊന്നും പറ്റൂല ശരിക്കും പറഞ്ഞാൽ. സോ റിസ്ക് എടുക്കണ്ടെന്ന് വെച്ച് നമ്മൾ സ്കിപ്പ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് പോയി. അങ്ങനെ ഇവിടുത്തെ ലോക്കൽ വണ്ടിയായ ടുക് വണ്ടിയിൽ കയറി. ആകെ 10 ബാത്തെങ്ങാണ്ടേ ഉള്ളൂ. പക്ഷെ പുള്ളി 50 ബാത്തൊക്കെ പറഞ്ഞു. പക്ഷെ അത് ഉടായിപ്പായിരുന്നു. പിന്നെ ഞങ്ങൾ ബാർഗെയിൻ ചെയ്തു. ഇവിടെ ഓക്കെയാണ്. അങ്ങനെ വേറെ ലൊക്കേഷനിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോൾ സെയിം ഇതാണ് സ്ട്രീറ്റ് ഫുഡും കാര്യങ്ങളും. അപ്പോൾ ഞങ്ങൾക്ക് ഇന്നത്തെ ദിവസമാണ് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ. അപ്പോൾ ആ പട്ടയിൽ മൊത്തം ജസ്റ്റ് ഒന്ന് കറങ്ങി ഇവിടുത്തെ മാർക്കറ്റെല്ലാം കയറി ഇറങ്ങി നടന്നു. ഇവിടെ ഫേമസ് നേഷൻ ഫുഡും പിന്നീട് ഇവിടെ ഒട്ടുമിക്ക ആൾക്കാർ ഇവിടെ കോമൺലി ഇവർ സീ ഫുഡ്സ് ആണ് മെയിൻലി ഇവർ കഴിക്കുന്നത്. ദെൻ റോ ഫിഷസ് അതൊക്കെയാണ്. അങ്ങനെ ഇതെല്ലാം കണ്ടു കറങ്ങി. സെയിം തന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം ഫുഡാണ്, മെയിൻ ഫുഡ് ഹബ്സ് ആണിത് മൊത്തം ടോട്ടല്. അങ്ങനെ ഞങ്ങൾ ആ മാർക്കറ്റിലൂടെ കണ്ട് കറങ്ങി നടന്നു. തിരിച്ച് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന ആ ടുക് വണ്ടികൾ വൺ സൈഡ് ഉള്ളത്, വൺ സൈഡ് റോഡായിരുന്നു. അപ്പോൾ ഞങ്ങൾ നൈസായിട്ട് നടന്ന് കാഴ്ചകൾ കണ്ടു പോകാമെന്ന് വെച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളൊരു ഓപ്പൺ ബാറിലേക്ക് കയറിയത്. മ്യൂസിക് ഷോ ലൈവ് നടക്കായിരുന്നു. അപ്പോൾ എനിക്കത് കുറച്ച് ക്രേസ് ആയപ്പോൾ ഇത് കയറി കാണാമെന്ന് വെച്ചു. അങ്ങനെ വിജിതം ജോയിൻ ചെയ്തു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണും വരെ ബൈ.